ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല ഷീറ്റായത്. നമുക്കിതിൽ മെയിനായിട്ട് ചോദിക്കുക പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കും, പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും, പിന്നെ അതിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ ഡോ എക്സും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു ഫങ്ഷൻ്റെ സ്ലോപ്പ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണെങ്കിൽ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണണം, വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണെങ്കിൽ ഡോ സെറ്റ് ബൈ ഡോ വൈ കാണണം. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ അങ്ങനെയാണ് സ്ലോപ്പും ഈ റേറ്റ് ഓഫ് ചേഞ്ചും പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ്, വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ വൈ. പിന്നെയുള്ള ചെയിൻ റൂളാണ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ എക്സും വൈയും എന്ന് പറയുന്നത് ടീൻ്റെ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ ടി ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നോർമൽ ഡിഫറൻഷിയേഷൻ. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ നമുക്ക് ചെയിൻ റൂളുള്ള കിട്ടും. ഇപ്പം ഇതുമാതിരി തന്നെ എക്സും വൈയും ഫങ്ഷൻ ഓഫ് യുവും വിയും അല്ലാന്നെങ്കിൽ, ഇപ്പം യുവും വിയും ഉണ്ടെങ്കിൽ നമുക്ക് ചെയിൻ റൂള് വേറൊരു തരത്തിലേക്ക് മാറ്റേണ്ടി വരും. അതിങ്ങനെയാണ്, ഫങ്ഷൻ ഓഫ് യുവും വിയും ആണെങ്കിൽ എക്സും വൈയും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സാധനം ഉണ്ടാവും. ഡോ സെറ്റ് ബൈ ഡോ യുവും ഉണ്ടാവും, ഡോ സെറ്റ് ബൈ ഡോ വിയും ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോ സെറ്റ് ബൈ ഡോ യു ഈക്വൽ ടു ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഓക്കെ, അതുപോലെ ഡോ സെറ്റ് ബൈ ഡോ വിൻ്റെതും കാണാം. പിന്നെ ഉള്ളത് മാക്സിമയും മിനിമയും കണ്ടുപിടിക്കാനുള്ളത്. മറ്റേ ഡെറിവേറ്റീവ്സിലും നമ്മളത് പഠിക്കുന്നുണ്ട്, മാക്സിമയും മിനിമയും കാണാൻ. പക്ഷെ അത് സിംഗിൾ വേരിയബിളാണ്. ഇവിടെ ഡബിൾ വേരിയബിൾ ഉണ്ടാകുമ്പം ഒരു ഫംഗ്ഷൻ സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മളതിൻ്റെ ഡോ സെറ്റ് ബൈ ഡോ എക്സും കാണാം, ഡോ സെറ്റ് ബൈ ഡോ വൈയും കാണാം, രണ്ടും കാണാം. എന്നിട്ട് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0, ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 ചെയ്യുക. അന്നേരം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. ആ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ കാണാം, അതുപോലെ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ കാണാം, പിന്നെ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ ഡോ എക്സോ ഡോ എക്സ് ഡോ വൈയോ കാണാം. എന്നിട്ട് ഒരു ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല, ഡി ഈക്വൽ ടു ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഹോൾ സ്ക്വയർ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഡി കിട്ടും. ആ ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ ഡൗട്ട്ഫുൾ കണ്ടീഷൻ, ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് സാഡിൽ പോയിൻ്റാണ്. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയറിലേക്ക് എക്സ് നോട്ട് വൈ നോട്ട് ഇട്ട് കൊടുക്കുക. അന്നേരം അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമം, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമം. ഇനി എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമമോ മിനിമമോ ഉണ്ടെങ്കിൽ അത് ലോക്കൽ എക്സ്ട്രീമം പോയിൻ്റ് എന്നും പറയും. ഇനിയുള്ളത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ അത് ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ
ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ സെഡ് ബൈ ഡോ വൈ ആയിരിക്കും. ഡയറക്റ്റ് ഫോർമുലയിലിട്ട് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനാണ്. അത് കൂടി കഴിഞ്ഞാൽ ടോപ്പിക് കഴിഞ്ഞാൽ അതിനകത്ത് സെഡ് ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ അത് എക്സ് നോട്ട് വൈ നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മാത്രം എൽ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഈ ഫോർമുല എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 ഫോർമുലാസ്. സിമ്പിളാണ്.